Hello friends, welcome to my YouTube channel In Class, the English Classroom. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമ്മിലെ BA കോമൺ പേപ്പറായ സ്പെക്ട്രം ഇതിലെ ആദ്യത്തെ ചാപ്റ്ററായ ഡിവൈഡഡ് ടൈംസ് by Amanda Michalopoulos. Divided times, how the literature teaches us to understand the other by Amanda Michalopoulos. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് നമ്മുടെ എഴുത്തുകാരിയെ പറ്റി അമാൻഡ മിഖാലോപൗലോയെ പറ്റി നോക്കാം. Amanda Michalopoulos was born in Athens, Greece in 1966. 1966 ഗ്രീസിലെ ഏതൻസിലാണ് ഇവർ ജനിക്കുന്നത്. After having completed her graduation in French literature from Athens University, ഏതൻസ് യൂണിവേഴ്സിറ്റിയിലെ ഫ്രഞ്ച് ലിറ്ററേച്ചർ പഠനത്തിന് ശേഷം ഇവൾ she went to Paris to study journalism. പാരീസിലെത്തി ജേർണലിസം പഠിക്കാനുണ്ടായത്. For many years, she has worked as a columnist for Greek newspapers. ഒരുപാട് ഗ്രീക്ക് ന്യൂസ് പേപ്പറുകൾക്ക് വേണ്ടി ഒരുപാട് കോളംസ് എഴുതിയ ആളാണ് ഇവൾ. The turning point in her literary career was her winning the Ravmada Award for her story Life is Colorful Outside. ജീവിതത്തിലെ വഴിത്തിരിവായി മാറുന്ന എപ്പോഴാണ്? ലൈഫ് ഈസ് കളർഫുൾ ഔട്ട്സൈഡ് 1994 ഇറങ്ങിയ ഈ പുസ്തകത്തിന് രവ്മാത അവാർഡ് ലഭിക്കുന്നതോടുകൂടിയാണ് ഇവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ന്യൂമറസ് സ്കോളർഷിപ്സ് ആൻഡ് ഫെലോഷിപ്സ് ഷീ ഫർദർ പെർസ്യൂഡഡ് ഹെർ സ്റ്റഡീസ് ഇൻ ജർമ്മനി, ഫ്രാൻസ്, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് സ്വിറ്റ്സർലാൻഡ്. 4 രാജ്യങ്ങളിലായിട്ടാണ് പഠനം പൂർത്തിയാക്കിയത്. ഒരുപാട് ഫെലോഷിപ്പുകളുടെയും സ്കോളർഷിപ്പുകളുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് പഠനം പൂർത്തിയാക്കിയതെന്ന് പറയുന്നു. ജർമ്മനി, ഫ്രാൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് പഠനം പൂർത്തിയാക്കിയത്. ഹെർ ബുക്സ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു വേരിയസ് ലാംഗ്വേജസ്. ഒട്ടനവധി ഭാഷകളിലേക്ക് ഇവളുടെ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ചാപ്റ്ററിനെ പറ്റിയുള്ള ചെറിയൊരു ധാരണ നോക്കാം. Literature helps one to encounter the stories of other and thus to cultivate humanitarian values and to inspire imagination. സാഹിത്യം എപ്പോഴും നമ്മളെ ഒരു പടി മുമ്പിലെത്തിക്കാൻ സഹായിക്കുന്ന ഒരു മാധ്യമമാണ്. ലിറ്ററേച്ചർ ഹെൽപ്സ് ടു എൻകൗണ്ടർ ദ സ്റ്റോറീസ് ഓഫ് അതർ. മറ്റുള്ളവരുടെ, എന്താണ് ഈ അതർ? നമുക്ക് ആ ചാപ്റ്ററിലൂടെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതർ, മറ്റുള്ളവർ, മാർജിനലൈസ്ഡ്, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ. ഒരുപാട് വിഭാഗം ആളുകളുണ്ട്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ഒരുപാട് വൈകല്യമുള്ളവർ, അങ്ങനത്തെയുള്ള ഒരുപാട് വിഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മാറ്റി നിർത്തപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് മൈനോറിറ്റീസ്, എല്ലാവരും. ഇത്തരത്തിലുള്ള അതേഴ്സ്, നമ്മൾ കൂടെ ചേർക്കാത്ത ഈ അതേഴ്സ്, അവർക്ക് വേണ്ടി ഒരുപാട് സാഹിത്യങ്ങൾ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ആൻഡ് ദസ് ടു കൾട്ടിവേറ്റ് ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് ആൻഡ് ടു ഇൻസ്പയർ ഇമാജിനേഷൻ. നമ്മളിൽ തന്നെ ഒരു മാനുഷികമായ മൂല്യമുണ്ടാക്കാനും ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കാനും ഇത്തരം സാഹിത്യകൃതികൾ നമ്മളെ സഹായിക്കാറുണ്ട്. In contemporary times, there are a lot of novels and films that deal with the theme of migration. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ അതർ, ഒരു വലിയ മാർജിനലൈസ്ഡ് വിഭാഗം എന്ന് പറയുന്നത് മൈഗ്രൻസ്, മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട ആളുകളെയാണ്. ഒരുപാട് സിനിമകൾ ഇത്തരം ടോപ്പിക്കിൽ വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് യാൻ മാർട്ടിൽസ് ലൈഫ് ഓഫ് പൈ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സിനിമയാണ് യാൻ മാർട്ടിലിൻ്റെ ലൈഫ് ഓഫ് പൈ. അതുപോലെ ഖാലിദ് ഹുസൈൻസ് ദ കൈറ്റ് റണ്ണർ, കൈറ്റ് റണ്ണർ എന്ന് പറഞ്ഞ ഖാലിദ് ഹുസൈനീസിയുടെ സിനിമ. അതേപോലെ നാദീൻ ഗോർഡിമേഴ്സ് ദ പിക്കപ്പ്, നദീൻ ഗോർഡിമറുടെ പിക്കപ്പ് എന്ന സിനിമയും കൈറ്റ് റണ്ണർ എന്ന സിനിമയും ലൈഫ് ഓഫ് പൈ എന്ന സിനിമയും എല്ലാം ഇത്തരത്തിൽ മൈഗ്രേഷൻ ചെയ്യുന്ന, പാലായനത്തിൻ്റെ കഥ പറയുന്ന സിനിമകളാണ്. അമാൻഡ മിക്കാലോപൗലോസ് എസ്സേ, നമ്മൾ ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ എസ്സേ which was published in The Guardian on 2nd December 2016, 2016 ഡിസംബർ 2 ഗാർഡിയൻ പത്രത്തിൽ വന്ന ഒരു എസ്സേയാണ്. was extracted from the opening speech of the 2nd International Literature Festival of Odisha. ഇത് ഒരു എസ്സേയായി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് എവിടെ നിന്നാണ് എടുത്തത്? അവളുടെ
ദ ഓപ്പണിംഗ് സ്പീച്ച് ഓഫ് ദ സെക്കൻഡ് ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് ഒഡീഷ. ഒഡീഷയിൽ വെച്ച് നടന്ന രണ്ടാമത് സാഹിത്യ വേദിയിൽ വെച്ച് അല്ലെ ലിറ്റററി ഫെസ്റ്റിവൽ വെച്ച് സാഹിത്യ ഉത്സവത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. ആൻഡ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ഗ്രീക്ക് ബൈ കാരൻ എമേറിച്ച്. ഗ്രീക്കിൽ സംസാരിച്ച ഈ പ്രസംഗം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കാരൻ എമേറിച്ച് എന്ന് പറഞ്ഞ പരിഭാഷകയാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഡിവൈഡഡ് ടൈംസ്. ഡിവൈഡഡ് വിഭജനം, വേർതിരിവ്. ടൈംസ് സമയം, കാലം. വേർതിരിവിൻ്റെ കാലം, വിഭജനത്തിൻ്റെ കാലം അല്ലേ. ഹൗ ലിറ്ററേച്ചർ ടീച്ചേഴ്സ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദ അതർ. എന്നാൽ ഈ കാലത്ത് ഹൗ ലിറ്ററേച്ചർ ടീച്ചേഴ്സ്, നമ്മളെ സാഹിത്യം എന്താണ് പഠിപ്പിക്കുന്നത്? ആസ് ടു അണ്ടർസ്റ്റാൻഡ് ദ അതർ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാഹിത്യം എത്രത്തോളം പങ്കാണ് ഈ വിഭജനത്തിൻ്റെ, മാറ്റി നിർത്തപ്പെടലിൻ്റെ കാലത്ത് ഉള്ളത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ, ഈ പ്രസംഗത്തിൽ അമന്ത മിക്കാലോപൗല പറയാൻ പോകുന്നത്. ഇതിന് ലോക സാഹിത്യ കൃതികളെയെല്ലാം സഹായം എടുത്തുകൊണ്ടാണ്, അതിൻ്റെ എല്ലാം വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടും അതിലെ കഥാപാത്രങ്ങളെ പറഞ്ഞുകൊണ്ടുമാണ് നമുക്കിവിടെ ഉദാഹരണ സഹിതം വിവരിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിലും സമൂഹത്തിൽ നിന്ന് ഒരു വിഭാഗത്തെയും നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല. മാത്രമല്ല സാഹിത്യകൃതികൾ തുടങ്ങിയ അന്നു മുതൽ ഇത്തരത്തിൽ ആളുകളെപ്പറ്റി, ഇത്തരത്തിൽ അത് മറ്റുള്ളവരെ പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പുനർവായനയിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നുമാണ് പറയുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. Once upon a time there was a Greek, an Englishman, a German and a Spaniard. ഒരിക്കൽ, ഒരു കഥ പറയുന്ന പോലെയാണ് തുടങ്ങുന്നത്. ഒരിക്കൽ ഒരിടത്ത് there was a Greek, ഒരു ഗ്രീക്കുകാരൻ, ഒരു ഇംഗ്ലീഷുകാരൻ, ഒരു ജർമ്മൻകാരൻ, ഒരു സ്പെയിൻകാരൻ, 4 പേര് ഒരുമിച്ച് നിൽക്കുന്നു. They decided they would each write a story that would do its best to explain the human condition. മനുഷ്യൻ്റെ സാഹചര്യങ്ങളെ, ഹ്യൂമൻ കണ്ടീഷനെ പറ്റി ഒരു കഥ എഴുതാൻ 4 പേരും തീരുമാനിക്കുന്നു. They decided they would each write a story. ഓരോരുത്തരും ഓരോ കഥ എഴുതാൻ പോവുകയാണ്. would do its best to explain. ആ കഥ എന്തായിരിക്കണം? അതിൽ വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നതാവണം. എന്ത്? ദ ഹ്യൂമൻ കണ്ടീഷൻ, മനുഷ്യൻ്റെ അവസ്ഥയെ വിവരിക്കുന്ന ഒരു കഥ എഴുതണമെന്ന് 4 പേരും ഒരുമിച്ച് തീരുമാനിക്കുന്നു. ദ ഗ്രീക്ക് സെഡ്, അപ്പോൾ ഗ്രീക്കുകാരൻ പറഞ്ഞു, I am going to write about a man who is tossed about on the sea after a war, and when they finally return home, no one, not even his wife, recognize him. അപ്പോൾ ഗ്രീക്കുകാരൻ തൻ്റെ കഥ പറയാണ്. ഞാൻ ഈ കഥയായിരിക്കും എഴുതാൻ പോകുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ കഥയുടെ സാരം? I am going to write about a man who is tossed. ഞാൻ ഒരാളെ പറ്റിയാണ് കഥ എഴുതുന്നത്. Who is tossed. Tossed എന്ന് പറഞ്ഞാൽ എറിയുക. About on the seas, കടലിലേക്ക് എറിയപ്പെട്ട ഒരാളുടെ കഥയായിരിക്കും ഞാൻ പറയുക. ആഫ്റ്റർ എ വാർ, ഒരു യുദ്ധത്തിന് ശേഷം കടലിൽ എത്തപ്പെട്ടവനാണ് എൻ്റെ നായകൻ. ആൻഡ് വെൻ ഹി ഫൈനലി റിട്ടേൺസ് ഹോം, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം അവൻ വീട്ടിൽ തിരിച്ചെത്തുന്ന സമയത്ത് നോ വൺ, ഒരാൾ പോലും, നോട്ട് ഈവൻ ഹിസ് വൈഫ്, അയാളുടെ ഭാര്യ പോലും റെക്കഗ്നൈസ് ചെയ്യും, അദ്ദേഹത്തെ തിരിച്ചറിയുന്നില്ല. ഇതാണ് ഞാൻ എഴുതാൻ പോകുന്ന കഥ എന്ന് ഗ്രീക്കുകാരൻ പറയുന്നു. ദ ഇംഗ്ലീഷ്മാൻ സെഡ്, അപ്പോൾ ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, ഐ ആം ഗോയിങ് ടു റൈറ്റ് അബൌട്ട് എ യങ്, ഞാനും വേറൊരു ചെറുപ്പക്കാരനെ പറ്റിയാണ് എഴുതുന്നത്. ഞാനും ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് എഴുതാൻ പോകുന്നത്. ഇൻഡിസിസീവ് പ്രിൻസ് ഹൂ കാൺ ഡിസൈഡ് വെദർ ലൈഫ് വർത്ത് ഇറ്റ്. ഞാൻ എഴുതാൻ പോകുന്ന ആരെ പറ്റിയാണ്? ഇൻഡിസിസീവ് പ്രിൻസ്, ഇരുമനസ്സുള്ള, മനസ്സുറപ്പില്ലാത്ത, എന്താണ് ശരിയെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രിൻസ്, ഒരു രാജകുമാരൻ്റെ കഥയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഹൂ കാണ്ട് ഡിസൈഡ്, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. വെദർ ലൈഫ് ഈസ് വർത്ത് ഇറ്റ്, തൻ്റെ ജീവിതം മൂല്യമുള്ളതാണോ, താൻ വിചാരിക്കുന്നത് ശരിയാണോ, എല്ലാം നന്മകളാൽ സമൃദ്ധമാണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ കഴിയാത്ത ഒരു രാജകുമാരൻ്റെ കഥയാണ് ഞാൻ എഴുതാൻ പോകുന്നതെന്ന് ഇംഗ്ലീഷുകാരൻ പറയുന്നു. ദ സ്പാനിയാർഡ് സെഡ്, അപ്പോൾ സ്പെയിൻകാരൻ പറഞ്ഞു, ഐ ആം ഗോയിങ് ടു റൈറ്റ് അബൌട്ട് എ prevaricating farmer who believes he is a knight and sets out on his rickety horse for a series of madcap adventures. അപ്പോൾ സ്പെയിൻകാരൻ പറയാണ്, ഐ ആം ഗോയിങ് ടു റൈറ്റ് അബൌട്ട് എ പ്രിവാരിക്കേറ്റിംഗ് ഫാർമർ, ഞാനൊരു കർഷകൻ്റെ കഥയാണ് പറയുന്നത്. സാധാരണ കർഷകനല്ല, വാക്ക് പാലിക്കാൻ കഴിയാത്ത, പ്രിവാരിക്കേറ്റിംഗ് അല്ലേ, മാറ്റി മാറ്റി പറയുന്നയാൾ, വാക്കിന് ഉറപ്പില്ലാത്തയാൾ എന്നൊക്കെയാണ് പ്രിവാരിക്കേറ്റിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം. വാക്ക് പാലിക്കാൻ കഴിയാത്ത ഒരു കർഷകൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹൂ ബിലീവ്സ് ഹീസ് എ നൈറ്റ്, ആ കർഷകൻ്റെ വിചാരം എന്താണ്? അയാൾ ഒരു പോരാളിയാണെന്നാണ്, ഒരു നൈറ്റ് അല്ലേ, ഒരു
യുദ്ധവീരനാണെന്നാണ് അയാളുടെ വിചാരം. ആൻഡ് സെറ്റ്സ് ഔട്ട് ഓൺ ഹിസ് റിക്കറ്റി ഹോസ് എന്നും പറഞ്ഞ് താനൊരു പോരാളിയാണെന്നും പറഞ്ഞ് ഇയാൾ എന്ത് ചെയ്യുന്നു, തൻ്റെ ബലഹീനനായ റിക്കറ്റി ക്ഷീണിച്ച് അവശനായ കുതിരയെയും കൊണ്ട് ഹോസിനെയും കൊണ്ട് ഫോർ എ സീരീസ് ഓഫ് മാഡ് ക്യാപ്പ് അഡ്വഞ്ചേഴ്സ്, ഭ്രാന്തമായ രീതിയിൽ ഭ്രാന്തമായ രീതിയിൽ ഇയാൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് സാഹസിക യാത്രകൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. ദ ജർമ്മൻ സെഡ്, അപ്പോൾ ജർമ്മൻകാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ കഥ പറയാൻ പോവാണ്. ഐ ആം ഗോയിങ് ടു റൈറ്റ് അബൌട്ട് എ യങ് മാൻ, ഞാനും ഒരു ചെറുപ്പക്കാരനെ പറ്റിയാണ് കഥ പറയുന്നത്. ജർമ്മൻകാരൻ്റെ അടുത്ത കഥയാണ്. എ മാൻ ഹു ഫാൾസ് പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് സം വൺ എൽസ് വൈഫ് ആൻഡ് ഡൈസ് ഓഫ് ലവ് ഇൻ ദ എൻഡ്. ഇതൊരു പ്രണയ കഥയാണ്. യങ് മാൻ ഹു ഫാൾസ് പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത്, ഇയാൾ അഗാധമായ പ്രണയത്തിലാണ്. എന്നാൽ ആരോടാണ്? വിത്ത് സം വൺ എൽസ് വൈഫ്, മറ്റൊരാളുടെ ഭാര്യയോടാണ്. ആൻഡ് ഡൈസ് ഓഫ് ലവ് ഇൻ ദ എൻഡ്, എന്നാൽ കഥയിൽ അവസാനം ആ പ്രണയത്തിന് വേണ്ടി അയാൾ മരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ 4 പേര് കണ്ടുമുട്ടുന്നതും 4 പേര് പരസ്പരം അവരുടെ കഥ പറയുന്നതും 4 രാജ്യക്കാരായി അവർ കഥ പറയുന്നതുമാണ് ആദ്യത്തെ ഭാഗത്ത് പറയുന്നത്. If we look at things schematically, that's more or less how Homer created the epic, Shakespeare the drama, Cervantes the novel of wanderlust, while Goethe cultivated the soil of romanticism. ഇനിയാണ് ഈ കഥകളെല്ലാം നമ്മൾക്ക് സുപരിചിതമാണ് അല്ലെ, കഥാപാത്രങ്ങളെല്ലാം നമുക്ക് സുപരിചിതരാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എഴുത്തുകാരി മുന്നോട്ട് പോകുന്നത്. If we look at things schematically, നമ്മൾ എല്ലാം ഒരു ചിട്ടയായ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ, സ്കീമാറ്റിക്കലി ചിട്ടയായ രൂപത്തിൽ നമ്മൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ, ദാറ്റ്സ് മോർ ഓർ ലെസ്, ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഹൗ ഹോമർ ക്രിയേറ്റഡ് ദ എപ്പിക്, ഹോമർ തൻ്റെ എപ്പിക് ക്രിയേറ്റ് ചെയ്തത്. ഏതാണ് എപ്പിക്? ഒഡീസി അല്ലേ. ഒഡീസി എന്ന് പറയുന്ന ഒഡീസിയസ് രാജാവിൻ്റെ യാത്രയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുമായി നല്ല സാദൃശ്യമുള്ള, അല്ലെങ്കിൽ അത് തന്നെയാണ്. ഷേക്സ്പിയർ ദ ഡ്രാമ, ഷേക്സ്പിയർ തൻ്റെ ഡ്രാമ എഴുതിയതും ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. ഏതാണ് ആ ഡ്രാമ? ഹാംലെറ്റ് ആണ് ഡ്രാമ. ആൻഡ് സെർവൻറ്റീസ് ദ നോവൽ ഓഫ് വണ്ടർലസ്റ്റ്, സെർവൻറ്റീസ് കഥ എഴുതിയതും ഇത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നോവൽ ഡോൺ ക്യുഹോട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവൽ അല്ലേ, വണ്ടർലസ്റ്റ്, ഒരു യാത്രാദാഹമുള്ള ഒരാളുടെ കഥ പറയുന്ന കഥ. നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുടെ സാമ്യമുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ്. വൈൽ ഗോദെ കൾട്ടിവേറ്റഡ് ദ സോയിൽ ഓഫ് റൊമാൻറ്റിസിസം, റൊമാൻറ്റിസത്തിൻ്റെ വിത്ത്, കാൽപ്പനികതയുടെ വിത്ത് പാകിയ അല്ലെങ്കിൽ മണ്ണ് കുഴിച്ച് പാകമാക്കിയ ഗോയ്തെ ചെയ്തതും ഇത് ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർ പറഞ്ഞ കഥകൾ തന്നെയാണ് ഇതെല്ലാം. അതായത് മുകളിൽ പരസ്പരം ഒരു പ്രത്യേകിച്ച് ബന്ധം പറയാതെ 4 കഥകൾ പറയുകയും എന്നാൽ അത് ഏതൊക്കെ കഥകളാണെന്ന് പിന്നീട് നമുക്ക് തന്നെ വ്യക്തമാക്കി തരികയുമാണ് ഇവിടെ ചെയ്യുന്നത്. എന്തിനാണിത് ചെയ്യുന്നത് നോക്കൂ. ഇറ്റ് കുഡ് ബി എ ജോക്ക്. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്. ഈ കോമൺ ആയിട്ടൊരു കഥ പറഞ്ഞപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഫേമസ് ആയിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ഹോമറും ഷേക്സ്പിയറും സെർവൻറ്റീസും ഗോയ്തയും ഒക്കെ ഈ കഥകളൊക്കെ തന്നെയാണ് അവരും ചിന്തിച്ചത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം. ഇറ്റ് കുഡ് ബി എ ജോക്ക് ബട്ട് ഇറ്റ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ. നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇത് യൂറോപ്യൻ സാഹിത്യത്തിൻ്റെ ചരിത്രമാണ്. ആൻഡ് ദ സ്ട്രേഞ്ച് തിങ്സ് ഈസ്, ഇതിലേറ്റവും വിചിത്രമായ കാര്യമെന്ന് പറയുന്നത്, ദീസ് ക്യാരക്ടേഴ്സ് ആഫ്റ്റർ ഹൂം എവരി മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ നെറേറ്റീവ്സ് ഫോളോസ് ആർ ദംസെൽസ് ഡീപ്ലി മോഡേൺ. ഇതിലേറ്റവും വിചിത്രമായ കാര്യം എന്ന് പറയുന്നത് ഈ കഥാപാത്രങ്ങളെയൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇന്നത്തെ എഴുത്തുകാർ, മോഡേൺ ആധുനിക എഴുത്തുകാരും അല്ലേ, പോസ്റ്റ് മോഡേൺ എഴുത്തുകാരും ഈ കഥാപാത്രങ്ങളെയൊക്കെ പിന്തുടർന്നുകൊണ്ട് പുതിയ പുതിയ കഥകളും കഥാപാത്രങ്ങളും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിചിത്രമായ സത്യം, നമ്മൾ ആദ്യം പറഞ്ഞ ഈ ക്ലാസിക് കഥയിലെ കഥാപാത്രങ്ങൾ തന്നെ എന്താണ്? ദേ ദംസെൽസ് ഡീപ്ലി മോഡേൺ. അവരെല്ലാവരും ആയത്തിൽ ആധുനികർ തന്നെയാണ്. അതായത് ഇന്നത്തെ കാലത്തും ആ കഥാപാത്രങ്ങളൊക്കെ പ്രസക്തരാണ്, ആ കഥയ്ക്കും പ്രസക്തിയുണ്ട് എന്നാണ് പറഞ്ഞത്. മാർജിനലൈസ്ഡ് ആൻറ്റി ഹീറോസ്. ഞാൻ ഈ പറഞ്ഞ കഥയിലെ കഥാപാത്രങ്ങൾ, കേന്ദ്ര കഥാപാത്രങ്ങളെല്ലാം എന്താണ്? മാർജിനലൈസ്ഡ് ആൻറ്റി ഹീറോസ് ആണ് അല്ലേ. സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആൻറ്റി ഹീറോസ് ആണ് അല്ലേ. ആൻറ്റി ഹീറോസ് എന്ന് പറഞ്ഞാൽ ഒരു നായകൻ്റെ എല്ലാ ഗുണങ്ങളും ഇല്ലാത്ത ഒരു നായകനാണ്. അതായത് നമ്മൾ നായകൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടല്ലേ. എന്നാൽ അത്തരം ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത നായകന്മാരാണ്, ആൻറ്റി ഹീറോസ് ആണ് ഞാൻ ഈ പറഞ്ഞ കഥയിലെ എല്ലാ നായകന്മാരും. ടുഡേ വി റെക്കഗ്നൈസ് ദം ആൻഡ് മീറ്റ് ദം ഇൻ ദ ലൈറ്റ് ഓഫ് ദെയർ പോപ്പുലാരിറ്റി.
നമ്മൾ ഇന്ന് ആ കഥാപാത്രങ്ങളെ മനസ്സിലാക്കുന്നു, അവരെ തിരിച്ചറിയുന്നു ഇൻ ദ ലൈറ്റ് ഓഫ് പോപ്പുലാരിറ്റി, അവരുടെ പ്രശസ്തി കൊണ്ട്. അല്ലെ, പുസ്തകങ്ങൾ അത്രയും പ്രശസ്തരായ കഥാപാത്രങ്ങളെല്ലാം ഫേമസ് ആയി എന്നതുകൊണ്ട്. ദയർ ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് ഡിസ്റ്റോർഷൻസ്, നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ വ്യാഖ്യാനങ്ങൾ പഠിക്കുന്നു. ആൻഡ് ഡിസ്റ്റോർഷൻ, അതിൻ്റെ വളച്ചൊടിക്കലുകൾ, അതായത് ഈ കഥാപാത്രങ്ങളുടെ പല പല രീതികൾ, പല പല വേർഷൻസ്, പല ചിന്താഗതികൾ നമ്മൾ പഠിക്കുന്നു. ബട്ട് ഹൂ ആർ ദേ റിയലി, സത്യത്തിൽ അവരൊക്കെ ആരാണ്? ആ കഥാപാത്രങ്ങളൊക്കെ ആരാണ്? നമ്മൾ ഇന്ന് ഒരുപാട് അകന്നു നിൽക്കുന്ന ആളുകൾ തന്നെയാണോ? വാട്ട് ഡു ദ പീപ്പിൾ അറൗണ്ട് ദം തിങ്ക് ഓഫ് ദം, ആ കഥയിലെ കഥാപാത്രങ്ങളെ പറ്റി ചുറ്റും നിൽക്കുന്ന മറ്റ് കഥാപാത്രങ്ങളുടെ ചിന്ത എന്താണ്? ആൻഡ് വാട്ട് ഡു ദേ തിങ്ക് ഓഫ് ദംസെൽസ്, ആ ചുറ്റും നിൽക്കുന്ന കഥാപാത്രങ്ങൾ അവരെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്? വാട്ട് ഇമേജസ് ദസ് ലിറ്ററേച്ചർ ഗീവ് അസ് അബൌട്ട് ദ ഡ്രീംസ് ആൻഡ് ദ ക്വസ്റ്റ് ഓഫ് യൂറോപ്യൻസ് ആൻഡ് ദെയർ ആൻസിസ്റ്റേഴ്സ്, എന്ത് ചിത്രമാണ് നമുക്ക് നൽകുന്നത്? വാട്ട് ഇമേജ് ദസ് ലിറ്ററേച്ചർ ഗീവ്, സാഹിത്യം നമ്മൾക്ക് എന്ത് ചിത്രമാണ് നൽകുന്നത്? അബൌട്ട് ദ ഡ്രീംസ് ആൻഡ് ക്വസ്റ്റ് ഓഫ് യൂറോപ്യൻസ്, യൂറോപ്യന്മാരുടെ ദാഹത്തെപ്പറ്റി, ക്വസ്റ്റിനെ പറ്റി, അവരുടെ സ്വപ്നങ്ങളെപ്പറ്റി എന്താണ് ആ കഥയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്? ആൻഡ് ദെയർ ആൻസിസ്റ്റേഴ്സ്, അവരുടെ പൂർവികരെ പറ്റി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ കഥകളിൽ നിന്ന് മനസ്സിലായത്? ലെറ്റ്സ് ടേക്ക് ഒഡീസിയസ് ആസ് എൻ എക്സാമ്പിൾ. ആദ്യം നമുക്ക് ഒഡീസിയസിനെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഹോമറിൻ്റെ വിശ്വപ്രഖ്യാതമായ, അല്ലെ, വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഒഡീസി എന്ന് പറഞ്ഞ ഒഡീസിയസ് രാജാവിൻ്റെ യാത്രാനുഭവങ്ങൾ. ലെറ്റ്സ് ടേക്ക് ഒഡീസിയസ് ആസ് എൻ എക്സാമ്പിൾ. ഒഡീസിയസിനെ നമുക്കൊരു എക്സാമ്പിളാക്കി എടുക്കാം. ബിഫോർ ഹി റീച്ചസ് ഇത്താക്ക ഹി വാഷസ് അപ്പ് ഓൺ ദ ഐലൻഡ് ഓഫ് ദ ഫിയേഷ്യൻസ്. എന്താണ് സംഭവിക്കുന്നത്? ബിഫോർ ഹി റീച്ചസ് ഇത്താക്ക, അദ്ദേഹം ഇത്താക്കയിൽ എത്തുന്നതിന് മുൻപ് ഹി വാഷസ് അപ്പ് ഓൺ ദ ഐലൻഡ്, അല്ലെ, ഒരു ഐലാൻഡിൽ, ഒരു ദ്വീപിൽ അകപ്പെട്ടു പോകുന്നു. ഓഫ് ദ ഫിയേഷ്യൻസ് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ അദ്ദേഹം അകപ്പെട്ടു പോകുന്നു. എങ്ങനെയാണ്? നേക്കഡ് ആൻഡ് ഇൻ ഡിസ്പയർ, അദ്ദേഹം നഗ്നനാണ്, അല്ലേ, വസ്ത്രങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പയർ, ഒരു വലിയ നിരാശയിലുമാണ് അദ്ദേഹം തീരത്തെത്തുന്നത്. ഹി റിസംബിൾസ് ദ കണ്ടംപററി റെഫ്യൂജീസ് ഹു ഹാവ് ബീൻ അറൈവിംഗ് ഓൺ ദ ഷോർ ഓഫ് ഗ്രീസ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. എന്തിനാണ് ഇത്രയും നേരം ഈ സാഹിത്യകൃതികളെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനൊരു വലിയ വ്യക്തത വരാൻ പോകുന്നത്. അതായത് ആ സാഹിത്യകൃതികളിൽ നമ്മൾ കണ്ട സംഭവങ്ങൾ തന്നെയാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് എന്നൊരു പുനർവായനയാണ്. He resembles the contemporary refugees who have been arriving on the shore of Greece. ഇന്ന് നമ്മൾ ഗ്രീസിൽ കാണുന്ന ഇത്തരം അഭയാർത്ഥികളെ, ഗ്രീസിലേക്ക് കയറി വരുന്ന ഇത്തരം അഭയാർത്ഥികളെ പ്രതിനിധാനം ചെയ്യുന്ന ആൾ തന്നെയാണ് അന്നത്തെ ഒഡീസിയസ് രാജാവ്. രണ്ടും ഒന്ന് തന്നെ എന്നാണ് പറയുന്നത്. ഇൻ ദ ഐസ് ഓഫ് നൗസീക്ക, നൗസീക്കയുടെ കണ്ണിൽ, ആൻഡ് ഹെർ കമ്പാനിയൻസ്, അവിടുത്തെ രാജകുമാരിയായിരുന്ന നൗസീക്കയുടെയും അവരുടെ തോഴിമാരുടെയും കണ്ണിൽ, ഹീ സീംസ് ടെറിഫൈയിങ്, അയാൾ ഒരു പേടിപ്പെടുത്തുന്ന രൂപമായിരുന്നു. ലൈക്ക് സം ഹിൽ കെപ്റ്റ് ലയൺ, ഒരു കുന്നിൻ ചെരുവിൽ, അല്ലെ, കുടുങ്ങിപ്പോയ ഒരു ലയണിനെ പോലെ, ഒരു സിംഹത്തെ പോലെ, വേട്ടയാടാൻ വേണ്ടി വന്ന ഒരു സിംഹത്തെ പോലെ. ഹു അഡ്വാൻസസ്, അയാൾ മുന്നിലേക്ക് കുതിക്കുന്നു, ആ ഒരു സിംഹം പോലെ. ദോ ഹീസ് റെയിൻഡ് ഓൺ ആൻഡ് ബ്ലോൺ ബൈ ദ വിൻഡ്, ആകെ മഴ കൊണ്ടും കാറ്റ് വീശിയും അയാളാകെ വികൃത രൂപമായിരിക്കുന്നു. ആൻഡ് ബോത്ത് ഐസ് കിൻഡിൽ, അയാളുടെ രണ്ട് കണ്ണുകളും കത്തിജ്വലിക്കുന്നു. കിൻഡിൽ, കത്തിജ്വലിക്കുക. ഹി ഗോസ് ഔട്ട് ആഫ്റ്റർ കാറ്റിൽ ഓർ ഷീപ്പ്, ആ സിംഹം എന്ത് ചെയ്യും? ഒരു കാറ്റിന് നേരെയോ ഷീപ്പിന് നേരെയോ ചാടി വീഴും. ഹി ഗോസ് ഔട്ട് ആഫ്റ്റർ കാറ്റിൽ, ഏതെങ്കിലും ഒരു കന്നുകാലിക്ക് നേരെയോ ഷീപ്പ്, ഒരു ചെമ്മരിയാടിന് നേരെയോ അത് ചാടി വീണേക്കാം. ഓർ ഇറ്റ് മേ ബി ഡിയർ ഇൻ ദ വൈൽഡർനെസ്, അതല്ലെങ്കിൽ കാട്ടിലുള്ള ഏതെങ്കിലും മാനിന് നേരെയായിരിക്കാം. ആൻഡ് ഹിസ് ബെല്ലി ഈസ് അർജൻറ്റ് അപ്പോൺ ഹിം ടു ഗെറ്റ് ഇൻസൈഡ് ഓഫ് എ ക്ലോസ് സ്റ്റഡിങ് ആൻഡ് ഗോ ഫോർ ദ ഷീപ്പ് ഫ്ലോക്സ്. അതിൻ്റെ ബെല്ലി, വയറ്, ബെല്ലി എന്ന് പറഞ്ഞല്ലേ, വയറ്, ഈസ് അർജൻറ്റായിട്ട്, അത്യാവശ്യമായിട്ട്, അപ്പോൺ ഹിം ടു ഗെറ്റ് ഇൻസൈഡ് ഓഫ് എ ക്ലോസ് സ്റ്റഡിങ്, അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയും, സ്റ്റഡിങ് പ്ലേസ്, ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയും, ആൻഡ് ഗോ ഫോർ ദ ഷീപ്പ് ഫ്ലോക്ക്, ചെമ്മരിയാടിൻ കൂട്ടത്തിന് നേരെ ചാടി വീഴുകയും ചെയ്തേക്കാം എന്നാണ് ചിന്ത. അതുപോലെ ഇയാൾ, അതുപോലെയുള്ള ഒരാളാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ ഒഡീസിയസ് വാസ് റെഡി ടു ഫേസ് യങ് ഗേൾസ്, ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് നേരെ ഇയാൾ ചാടി വീണേക്കാം, ഇയാൾ ഒരു മൃഗതുല്യനായ ആളായിരിക്കാം എന്ന് നൗസീക്കയും അവളുടെ തോഴിമാരും പറയുകയാണ് ചെയ്യുന്നത്. അർജൻസി, നമ്മൾ പറഞ്ഞു അല്ലേ, അർജൻ്റ് എന്ന്, വിശപ്പിന് വേണ്ടിയിട്ട് അത് ചാടി വീഴാമെന്ന്. അർജൻസി, വാട്ട് എ പ്രൊഫറ്റിക് വേർഡ്, എന്ത് പ്രവചനാതീതമായ വാക്കാണത്, അർജൻസി. ആൻഡ് ഹൗ കണ്ടംപററി ഇറ്റ് സൗണ്ട്സ് ടുഡേ, എത്രത്തോളം സമകാലീനമാണ് ആ വാക്ക്, ഇന്നുമുണ്ട് ആ ഒരു അർജൻസി.
നമ്മൾ മറ്റുള്ളവരെ അയാൾ അത്രയും ഒരു ഭീകരനായിരിക്കാമെന്ന് ചിന്തിക്കുന്ന ചിന്തയാണ് ഇവിടെ പറയുന്നത്. ഇൻ ലൈറ്റ് ഓഫ് ദ റെഫ്യൂജി ക്രൈസിസ്, ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ മുമ്പിലുള്ള റെഫ്യൂജി ക്രൈസിസ്, അഭയാർത്ഥി പ്രശ്നങ്ങൾക്ക് അഭയാർത്ഥി പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇതുകൊണ്ട് ഇവർ പറഞ്ഞുദ്ദേശിക്കുന്നത്. ഈവൻ മിത്തിക്കൽ ഒഡീസിയസ് ക്യാൻ ഓൺലി അസ്യൂം ഹിസ് പൊസിഷൻ ആസ് ഹീറോ. ഇവൻ നമ്മുടെ ചരിത്രാതീത കഥാപാത്രമായ ഒഡീസിയസിന് പോലും ക്യാൻ ഓൺലി അസ്യൂം ഹിസ് പൊസിഷൻ ആസ് ഹീറോ വൺസ് ഹി വാസ് വാഷ്ഡ് ആൻഡ് പുട്ട് ഓൺ ക്ലീൻ ക്ലോത്ത്സ്. അയാളെയും സമൂഹം ഒരു ഹീറോ ആയിട്ട് എപ്പോഴേ കാണുന്നുള്ളൂ. ഓൺലി അസ്യൂം ഹിസ് പൊസിഷൻ ആസ് എ ഹീറോ. അയാളൊരു കഥാപാത്രമാണ്, ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് പോലും എല്ലാവരും മൃഗതുല്യനായിട്ടും മോശമായിട്ടും അയാളെ കാണുകയാണ് അല്ലേ. നമ്മുടെ ഏറ്റവും ലോകപ്രശസ്തനായ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര കഥാപാത്രമായ നടൻ പോലും പൊസിഷൻ ആസ് എ ഹീറോ, ഒരു ഹീറോ ആയി മാറണമെങ്കിൽ വൺസ് ഹി ഹാസ് വാഷ്ഡ്, അയാൾ എന്ത് ചെയ്യണം, കൃത്യമായി വാഷ് ചെയ്ത് കുളിക്കണം. ആൻഡ് പുട്ട് ഓൺ ക്ലീൻ ക്ലോത്ത്സ്, അയാൾ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. എന്താണ് അമാന്ത ഇപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അല്ലേ, നമ്മൾ അഭയാർത്ഥികളായ ഒരു നാട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ഒഡീസിയസിനെ പോലെ തന്നെ എന്താണ്, ഒരു വലിയ യുദ്ധം പരാജയപ്പെട്ട് കടലിലകപ്പെട്ട് രക്ഷപ്പെട്ട് വരുന്നവരാണ് അവർ അല്ലേ. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ അവർ കയറി വരികയാണ്. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ, അവർക്ക് കൂടി അവകാശപ്പെട്ട ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ അവരെ എന്തായിട്ട് കാണുകയാണ് അല്ലേ, മൃഗതുല്യരായിട്ട് കാണുകയാണ്. നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരു സിംഹമാണ് ഇവർ. അവരെല്ലാവരും ആർത്തിയാണ്, അവർ വളരെ അർജൻറ്റിലാണ്, ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന ബോധത്തോടെയാണ് അവരെ നമ്മൾ എതിർക്കുന്നത് അല്ലെങ്കിൽ വരവേൽക്കാതിരിക്കുന്നത്. അത്തരത്തിൽ ഈ ക്രൈസിസിനെയും ഈ റെഫ്യൂജി ക്രൈസിസിനെയും നമ്മുടെ കഥാപാത്രമായ ഒഡീസിയസിനെയും യോജിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സത്യം തുറന്നു പറയുകയാണ് അമാന്ത ഇതിൻ്റെ ഈ ഫസ്റ്റ് ഭാഗത്ത് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് മറ്റ് ഭാഗങ്ങളിൽ ഇതിൻ്റെ ബാക്കി പാർട്ടിൽ നമുക്കെന്തുണ്ട്, ഹാംലെറ്റിൻ്റെയും മറ്റ് കഥയിലെയെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സത്യത്തെ ലോകത്തിന് ഇന്നും തുറന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ പഴയ കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് എന്ന് പറയാണ് നമ്മുടെ അമാന്ത മിക്കാലോ പൗലോ ഡിവൈഡഡ് ടൈംസ് എന്ന അവളുടെ ഈ പ്രസംഗത്തിൽ ചെയ്യുന്നത്. ഡിവൈഡഡ് ടൈംസ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് ഇതോടുകൂടി അവസാനിക്കുന്നു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.